ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ റോസാ ചെടിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. എന്നോട് കുറേ പേര് ചോദിച്ചു. ഞാൻ ഈ റോസാ ചെടിൻ്റെ കുറേ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ റോസാ ചെടി വളർത്താത്തവരായിട്ട് ആരുണ്ട്? നമ്മൾ വീട്ടിൽ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വളർത്തുന്നൊരു ചെടിയാണ് ഈ ഒരു റോസാ ചെടി. അതിലുണ്ടാവുന്ന പൂക്കളും അത്രയും മനോഹരമാണ്, നല്ല ഭംഗിയുള്ളതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലെ റോസാ ചെടി പെട്ടെന്ന് പൂവിടാനും അതുപോലെ തന്നെ നന്നായിട്ട് തഴച്ച് വളരാനും ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ റോസാ ചെടി നന്നായിട്ട് വളരാൻ ആദ്യം വേണ്ടത് നല്ല മണ്ണാണ്. അത് നല്ല അസിഡിക് ആയിട്ടുള്ള മണ്ണ് തന്നെ വേണം. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മണ്ണിനെ നമ്മൾ അസിഡിക് ആക്കാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. വീട്ടിൽ നമ്മൾ ഡെയിലി ചായയൊക്കെ വെക്കുമല്ലോ, അപ്പോൾ ആ ചായ വെക്കുന്ന ആ ഒരു ചണ്ടി ഉണ്ടാവുമല്ലോ, ആ ചായ ചണ്ടി ഈ റോസാ ചെടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മണ്ണ് നന്നായിട്ട് അസിഡിക് ആവാനായിട്ട് സഹായിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ചെടിയിൽ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. പക്ഷേ വെള്ളം തങ്ങി നിൽക്കാതെ നമ്മൾ നോക്കണം. ഗ്രോ ബാഗിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ചെറുതായിട്ട് തുളയൊക്കെ ഇട്ട് കൊടുക്കുക, ഓട്ടയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രോ ബാഗിൽ നിന്ന് ആ വെള്ളം ഈർപ്പം നിൽക്കില്ല, അതിങ്ങനെ പോവും. മണ്ണിലൊക്കെ വെക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല, അത് മണ്ണ് തന്നെ അത് വലിച്ചെടുത്തോളും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. ഈർപ്പം നിലനിർത്തണം, പക്ഷേ എങ്കിൽ വെള്ളം തങ്ങി നിൽക്കാനും പറ്റില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മണ്ണിൽ അല്പം മണലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്രോ ബാഗിൽ മണ്ണ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മണൽ കൂടെ മിക്സ് ചെയ്യുക. കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചകിരിച്ചോറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മണലിൻ്റെ ആവശ്യം വരില്ല, കാരണം ചകിരിച്ചോറാവുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടും, ഇങ്ങനെ മണ്ണ് കട്ട പിടിക്കില്ല. കാൽഷ്യം റോസാ ചെടിക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു കാൽഷ്യം ഈ ഒരു ചെടിക്ക് കിട്ടാനായിട്ട് നമ്മൾ മുട്ടയൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുമല്ലോ, അതിൻ്റെ തോട് നമ്മൾ പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഡെയിലി വീട്ടിൽ മുട്ട പൊരിക്കും, മുട്ട എന്താണെങ്കിലും നമ്മൾ പുഴുങ്ങിയിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. നല്ല പ്രോട്ടീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു തോടുണ്ടല്ലോ, നമ്മൾ വേസ്റ്റാക്കി കളയാതെ ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലോ പൊടിച്ചെടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടിയിൽ പൂക്കൾ നന്നായി വരും. അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു മണ്ണുണ്ടല്ലോ അത് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്, ഇതിൻ്റെ ചുറ്റുമുള്ള മണ്ണ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. റോസാ ചെടി നന്നായിട്ട് വളരാൻ ഇനി അടുത്തത് വേണ്ടത് പൊട്ടാസ്യം ആണ് കേട്ടോ. അപ്പോൾ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ ഈ റോസാ ചെടി നന്നായിട്ട് പൂവിടാനും ചെടിക്ക് നല്ല ഹെൽത്തും ഒക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പഴത്തൊലി ഉണ്ടല്ലോ, നമ്മൾ പഴം കഴിച്ചിട്ട് അതിൻ്റെ തൊലി വേസ്റ്റാക്കി കളയാതെ അതിനെ നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക. ഈ റോസാ ചെടിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചെടി വളരും. അതേപോലെ തന്നെ അത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് പകരം മിക്സിയിൽ അരച്ച് ചേർത്തിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ബെറ്ററാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ.